പാസ്റ്റർ എന്ന നിലയ്ക്ക് ഞാൻ സഭയോട് പറയുക, ഈ ദിവസങ്ങളിൽ നമ്മൾ ബലപ്പെടണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ബലപ്പെടണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-15 വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 14 and 15. എബ്രായർ 12-14-15. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ഈ വർഷാവസാനമാകുമ്പോൾ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ സാധാരണ സ്ത്രീകൾക്കുണ്ട്. അടുക്കളയൊക്കെ ഒന്ന് അടുക്കി പറക്കി വേണ്ടാത്തതൊക്കെ കളഞ്ഞ്. ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു, രാവിലെ ഒരു വീട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ചെന്നപ്പം അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു പാസ്റ്റർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. എന്നെ ഒത്തിരി തൊട്ടു. അങ്ങനെ പറഞ്ഞ ഇത്രയാണ്, ഇവിടേക്ക് ഞാൻ നിങ്ങളെല്ലാവരോടും ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് എടുത്താൽ ഒരു വീടിന് കഴിയാനുള്ള കാര്യം വേറെയുണ്ട്. ഇന്ന് തൊട്ട് തിരിച്ച് വീട്ടിൽ പോയി നോക്കണം, നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ട് എന്തൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ. പുതിയ ഫ്രിഡ്ജ് മേടിച്ചു കഴിഞ്ഞ ഓണത്തിന്, പഴയ ഫ്രിഡ്ജ് എന്ത് ചെയ്യും? അതിപ്പോഴും ഇരിപ്പുണ്ടോ അവിടെ? അല്ലേ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ 4 പേർക്ക് കഴിക്കാൻ 4 പ്ലേറ്റ് മതി. 5ാമത്തെ പ്ലേറ്റ് എടുക്കുമോ? ഇല്ല. പണ്ട് പറയും ഗസ്റ്റ്. എവിടെ ഗസ്റ്റ്? ഒരു ഗസ്റ്റും വരുന്നില്ല. പണ്ടൊരു ഭിക്ഷക്കാരനെങ്കിലും വന്ന് അമ്മാന്ന് മുറ്റത്തുനിന്ന് വിളിക്കും, അവൻ പോലും വരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇപ്പം 4 പ്ലേറ്റെങ്കിൽ 4 പ്ലേറ്റ്, 5ാമതൊരു പ്ലേറ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് കാര്യം. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് വേറെ ആർക്കോ വേണ്ടിയതാണ്. ഇതൊന്ന് ഓർത്തോണം, അല്ലേ? അപ്പം ഈ ഒരു ക്ലീനപ്പ് നടത്തുകയാണെങ്കിൽ ഈ വർഷം തീരുന്നതിന് മുമ്പ് വചനത്തിലൂടൊരു ക്ലീനപ്പ് നിങ്ങളോട് പറയാം. എന്താണെന്നറിയാമോ? എല്ലാവരോടും സമാധാനം ആചരിച്ച് ഇവിടെ ശുദ്ധീകരണം പ്രാപിക്കണം. വീട് വൃത്തിയാക്കണമെന്നല്ല ഞാനീ പറഞ്ഞു വരുന്നത്. ഈ വീട് വൃത്തിയാക്കണം, ഇവിടെ ശുദ്ധീകരണം ഉണ്ടാവണം. ഇവിടം ശുദ്ധീകരിക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാവരോടും സമാധാനം ആചരിക്കണം. ഈ 2024 എനിക്ക് സമാധാനം ആചരിക്കാൻ കഴിയാത്ത ഏതൊക്കെ വ്യക്തികളുണ്ടായിരുന്നു? ചിലപ്പം ഒരു വ്യക്തിയായിരിക്കും, ഒരു കൂട്ടരായിരിക്കാം, ചിലപ്പോൾ ഒരു സമൂഹമായിരിക്കാം, ചിലപ്പോൾ ചില വിഷയങ്ങൾ എനിക്ക് ഐ കാൻ ടോളറേറ്റ്. അതെന്താ? ആരാ? അവരോട് സമാധാനം പാലിക്കണമെന്നാണ് ഇന്ന് ബൈബിൾ പറയുന്നത്, അല്ലേ? ഫോളോ ആഫ്റ്റർ പീസ് വിത്ത് ഓൾ മെൻ. എല്ലാവരോടും, ചിലരോട്, നിങ്ങൾക്ക് കഴിയുന്നവരോടും ഒന്നുമല്ല, എല്ലാവരോടും സമാധാനം ആചരിക്കണം. അങ്ങനെ ചെയ്താൽ ശുദ്ധീകരണം പ്രാപിക്കുക. ഇനി ആ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യം എന്താ? ആ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പിന്നെയല്ലേ അവിടെ പോയി പറ്റുന്നത്? എല്ലാവരും കാത്തിരിക്കുന്ന എവിടെ പോകാനാ? കർത്താവിൻ്റെ അടുത്ത് പോകാനാ. ഇവിടെ കണ്ടിട്ട് വേണ്ടേ പോകാൻ. ശുദ്ധീകരണം ഇല്ലാതെ കാണാൻ പറ്റത്തില്ല എന്ന്. ഇനി അടുത്തത്, ആരും ദൈവകൃപ വിട്ട് പിന്മാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് സ്റ്റേറ്റ്. ഒരു വല്ലാത്ത അപകടകരമായ ഒരവസ്ഥയാണ്. ദൈവകൃപ ഇല്ലെങ്കിൽ പോയി, അല്ലേ? നമ്മുടെ ജീവിതം ദൈവകൃപയാലാണ്, നമ്മുടെ ശുശ്രൂഷ ദൈവകൃപ, ഞാൻ ജീവനോട് ഇരിക്കുന്നത് ദൈവകൃപ. ആ ദൈവകൃപ വിട്ട്, എൻ്റെ അർത്ഥം ആ ഒരു കവറിങ്ങിന് പുറത്തേക്ക് പോയി ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അതിന് പുറത്തേക്ക് പോകരുത്. അടുത്തത് അതിന് പറയുന്ന പേരാണ് ബൈബിൾ പിന്മാറ്റം. പിന്മാറ്റം എന്ന് പറഞ്ഞാൽ 4 ആഴ്ച തുടർച്ചയായിട്ട് ചർച്ച വരാതിരിക്കുന്നതല്ല കേട്ടോ. ഇന്നൊത്തിരി പേര് 4 ആഴ്ചയ്ക്ക് ചർച്ച കണ്ടില്ലേ, പിന്മാറ്റത്തിലാണെന്ന് തോന്നുന്നു. എന്ത് പറ്റി? അതൊന്നുമല്ല, ദൈവകൃപ വിട്ട് പിന്മാറുന്നതാണ് പിന്മാറ്റം. എത്ര പേർക്ക് അത് മനസ്സിലായി, അല്ലേ? അങ്ങനെ പിന്മാറിയാൽ അതിൻ്റെ കൂടെ കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? വല്ല കയ്പുള്ള വേരും മുളച്ച്. നമ്മൾ ഈ വേരെപ്പോഴാണ് ഇറങ്ങുന്നത്? അത് അതിൻ്റെ അർത്ഥം കുറച്ച് സമയമായി, അല്ലേ? ഒരു വിത്ത് ചുമ്മാ എടുത്ത് മണ്ണിലിട്ട് അവിടെ കിടക്കും, പക്ഷേ അത് കുറേ നേരം അവിടെ കിടക്കുമ്പോൾ പതുക്കെ വേരിറങ്ങും. ഒരു മണി പ്ലാന്റ്, ഒരു ചെറിയ ഇത് മുറിച്ചിട്ട് ഒരു വെള്ളത്തിനകത്ത് ഗ്ലാസ്സിനകത്തോട്ടിട്ടെ ആദ്യം ഒന്നും കാണത്തില്ല,
ഇച്ചിരി കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ചെറിയ വേരിറങ്ങുന്നതാണ്. അതിൻ്റെ അർത്ഥം അത് മുളയ്ക്കാൻ തുടങ്ങി. ഇതുപോലെ ഈ പറഞ്ഞ പോലെ കയ്പിൻ്റെ വേര് മുളയ്ക്കാൻ തുടങ്ങും. മുളച്ചിട്ട് അടുത്തത് കലക്കമുണ്ടാക്കി. ഈ കയ്പുണ്ടാകുമ്പോൾ എന്ത് പറ്റും? കലക്കം വരും, കലക്കം ഉണ്ടാകും. എന്നിട്ട് അതിൻ്റെ അടുത്ത എഫക്റ്റ് അനേകർ അതിനാൽ മലിനപ്പെടും. അതാണ് അടുത്ത പ്രശ്നം. ഈ എൻ്റെ കയ്പ് എന്നെ മാത്രം അങ്ങ് ബാധിച്ചിരുന്നെങ്കിൽ ശല്യമില്ല, ഞാൻ എന്നെ കൊണ്ടങ്ങ് തീരും. അതല്ല, എന്നിലുള്ള കയ്പ് അനേകരെ മലിനപ്പെടുത്തും എന്നുള്ള സത്യം ഇവിടെ പറയുന്നു. മെനി വിൽ ബി ഡിഫൈൽഡ് എന്നാണ്. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. ഇബ്രാഹിം ലേഖനം തന്നെ 4-ാം അധ്യായം 12-ാം വാക്യം, ഹീബ്രൂസ് 4:12. ദൈവവചനത്തെപ്പറ്റി ഒരു പരാമർശമാണ്. എബ്രായർ 4:12. ദൈവത്തിൻ്റെ വചനം. ഇപ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, നമ്മൾ സഭയിൽ വരുമ്പോഴെല്ലാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം. പണ്ടൊക്കെ ഒരു സഭയിൽ വന്ന് വേണം നമ്മൾ വചനം കേൾക്കാൻ. ഇന്ന് സഭയിൽ തന്നെ വരണ്ട, നിങ്ങളുടെ യൂട്യൂബിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഇഷ്ടംപോലെ വചനം കേൾക്കുന്നു. പക്ഷേ ഈ കേൾക്കുന്ന വചനം ഓർത്തോണം, എന്താണ്? ജീവനും ചൈതന്യവും ക്വിക്ക് ആൻഡ് പവർഫുൾ അല്ലേ? വളരെ ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. അടുത്തത് ഇരുവായ്ത്തലുള്ള ഏത് വാളിനെക്കാട്ടിലും ഏറ്റവും ഷാർപ്പർ ഓബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രത്യേക സർജൻസ്, ഇവിടെ പല ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട്. നിങ്ങൾ സർജറിക്ക് ഉപയോഗിക്കുന്ന ആ ബ്ലേഡ് ഉണ്ടല്ലോ, അത് ഭയങ്കര സാധനമാണ് അല്ലേ? പക്ഷെ അതിനെക്കാട്ടിലും ഷാർപ്പറാണ്, മൂർച്ചയേറിയതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും. അതെവിടം വരെ പിയേഴ്സ് ചെയ്ത് പോകുന്നറിയാമോ? സോൾ ആൻഡ് സ്പിരിറ്റ്, എൻ്റെ പ്രാണനെയും ആത്മാവിനെയും അത് തമ്മിലുള്ള അത് ആലോചിക്കേ, അതിനെ വരെ ഡിവൈഡ് ചെയ്യും. അടുത്തത് വേർവിടിക്കും വരെ തുളച്ചു ചെല്ലും. പിയേഴ്സിങ്, അതായത് ഈ ദൈവവചനം തുളയ്ക്കും. ഈ തുളയ്ക്കും എന്നുള്ളതിൻ്റെ വേറൊരു വാക്കാണ് കുത്തുകൊണ്ടുവന്ന് എഴുതിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ദൈവവചനം കേട്ടിട്ട് കുത്തുകൊള്ളുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. പണ്ടൊരിക്കൊരു ചർച്ചിലൊരു വിസിറ്റിംഗ് പ്രീച്ചർ വന്നു. അപ്പം അയാൾക്ക് ചില സമയം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഉടൻ പാസ്റ്റർ കൊടുത്തു, ഇത്ര സമയം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ വളരെ താഴ്മയോടെന്ന് പറഞ്ഞു, പാസ്റ്റേ, ഞാൻ പ്രസംഗിക്കുമ്പോഴേ ഈ പറഞ്ഞ പോലെ ചിലപ്പം ഈ ടൈം ഞാൻ നോക്കത്തില്ല, ഞാനങ്ങ് ഇച്ചിരി മുന്നോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യണം? പുള്ളി തന്നെ കൊണ്ടുവന്നൊരു ചെറിയ ഒരു പിൻ, ഒരു സൂചി കൊടുത്തിട്ട് പറഞ്ഞ് ഇതെന്നെ ഒന്ന് കുത്തിയേക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അത് കൊള്ളാമല്ല, ഇയാൾ എന്നെ സൂചി കൊടുത്തിട്ട് പാസ്റ്റർ ബാക്കിയിരിക്കുകയല്ലേ. ആ ശരി. അപ്പോൾ കുറേ കഴിയുമ്പോൾ സമയം കഴിഞ്ഞിട്ട് പിന്നെയും പുള്ളി നിർത്തുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പോൾ പാസ്റ്റർ വിചാരിച്ച്, എന്തായാലും ഞാനല്ലല്ലോ, അയാൾ തന്നെയല്ലേ പറഞ്ഞ കുത്താൻ, അപ്പോൾ ഒരു കാര്യം കുത്തിയേക്കാം. കുത്തി, അനക്കമില്ല. പുള്ളി നല്ല ഫുൾ ത്രോട്ടലിൽ പോയിക്കൊണ്ടിരിക്കുക. അടുത്ത 5 മിനിറ്റായി, പിന്നെയും കുത്തി. അപ്പോൾ കുത്തുന്ന പാസ്റ്റർക്ക് ഒരു സങ്കടം, എങ്ങനെയാണ് കുത്തുന്നത്? കുത്തിക്കൊണ്ടിരിക്കുക. അവസാനം ഇതൊന്നും കേൾക്കുന്നില്ല, അയാൾ എപ്പോഴോ നിർത്തി കഴിഞ്ഞു. അവസാനം വന്നിരുന്നിട്ട് പാസ്റ്റർ ഒത്തിരി സമയം എടുത്തല്ലേ? പക്ഷേ എന്താ എന്നെ കുത്താത്തേ? ഉണ്ടെന്ന് പറഞ്ഞ്, ഞാൻ കുത്തിയല്ലോ. ആ കാല് വെപ്പ് കാല, തടിയായിരുന്നു. സോറി, ഞാൻ ഇപ്പുറത്തെ കാലിൽ കുത്താൻ പറയാൻ വിട്ടുപോയി. എന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയാമോ? കൊള്ളണമെങ്കിൽ ഈ തടി പോലെ മരച്ചിരിക്കുന്ന ഹൃദയത്തിൽ ഈ വചനമൊന്നും കുത്തത്തില്ല എന്ന്. ഈ വചനം കുത്തണമെങ്കിൽ ഇച്ചിരി എവിടെയോ അല്പം ഫ്ലഷൊക്കെ ഉണ്ടാവണം ഇവിടെയൊക്കെ, അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഗാംഗ്രീൻ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അതുപോലത്തെ അവസ്ഥയാണ്. അവിടെ ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാകത്തില്ല, പെയിൻ സെൻസേഷനും ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനൊരു ഈ ചൂട് വെച്ച മനസാക്ഷി എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലത്തെ അവസ്ഥ ആവരുത് പ്രിയപ്പെട്ടവരെ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ്? ഇതിനെയൊക്കെ തുളച്ച് ചെല്ലുന്നത് വരെ. അടുത്തത് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. മതി. ആൻഡ് ഈസ് എ ഡിസേണർ ഓഫ് തോട്ട്സ് ആൻഡ് ഇൻറ്റൻസ് ഓഫ് ദി ഹാർട്ട്. ഹൃദയത്തിലെ, അതായത് എല്ലാ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കും. ഞാനിത് എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്നുള്ളത് ഈ വചനം നമ്മളെ വിവേചിക്കും. ഞാനത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഈ വചനം എന്നെ വിവേചിക്കും. നമ്മളെല്ലാം ഒരു കാര്യം ചെയ്യുമ്പോൾ പീപ്പിൾ സീ വാട്ട് വി ഡു, ബട്ട് നോ വൺ സീസ് വൈ വി ഡു. പക്ഷേ ദൈവവചനം അത് മനസ്സിലാക്കും, എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, അത് വിവേചിക്കും. ഒരു വാക്യം കൂടെ വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 26-27. എഫീഷ്യൻസ് 4:26 and 27. എഫേസ്യർ 4:26-27.
കോപിച്ചാൽ ആ. പാപം ചെയ്യാതിരിപ്പിൻ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. ആ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം മതി. വെച്ചുകൊണ്ടിരിക്കരുത്. കോപിച്ചാൽ എൻ്റെ അർത്ഥം കോപിക്കും, നമ്മളൊക്കെ കോപിക്കും. ഇവിടെ കോപിക്കാത്ത വിശുദ്ധന്മാർ വല്ലതും ഉണ്ടോ? വിശുദ്ധന്മാരും വിശുദ്ധമതികളും വല്ലതും ഉണ്ടോ? എല്ലാവരും നമ്മൾ കോപിക്കും. പക്ഷെ ബൈബിൾ പറയുന്നത് കോപിച്ചാൽ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. അപ്പോൾ ഈ ഫൈൻ ലൈൻ എവിടാ? ഈ കോപം അതെവിടാ തെന്നി പാപത്തിലോട്ട് വീഴുന്നേ? അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അർത്ഥം. എന്താണ്? സൂര്യൻ അസ്തമിക്കുവോളം. അതിൻ്റെ അർത്ഥം കോപിച്ചാലും ആ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ദർ ഇസ് എ ടൈം ലിമിറ്റ്. അവിടെ അപ്പോസ്തലൻ പറയുന്നത് സൂര്യൻ അസ്തമിക്കുവോളം, അതായത് പകലെപ്പോഴെങ്കിലും കോപിച്ചാൽ വൈകുന്നേരത്തിനകത്ത് അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പണ്ടിരിക്കും ഞാനിതുപോലൊരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരുന്നപ്പം ആ പെണ്ണ് ചോദിച്ചത്, അപ്പോൾ രാത്രി കോപിച്ചാൽ എപ്പം ക്ഷമിക്കണം? ചേട്ടാ, നമ്മൾ വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ചിന്തിക്കുക, അപ്പോൾ രാത്രി കോപിച്ചാൽ എപ്പോഴാണ്? എന്ത് ചെയ്യുമെന്ന് പറ അല്ലേ? അതിൻ്റെ അർത്ഥം എപ്പോൾ കോപിച്ചാലും അതിന് ദർ ഇസ് എ ടൈം ലിമിറ്റ്. അത് വെച്ചുകൊണ്ടിരിക്കരുത് അല്ലേ? അത് സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ വെച്ചുകൊണ്ട് കോപം ഇരുന്നാൽ അത് പാപമാണ്. അത് മനസ്സിലായോ അല്ലേ? അത് ഞാനത് റിസോൾവ് ചെയ്തില്ലെങ്കിൽ അതാണ് പാപം. ഇന്ന് കോപിക്കുന്നത് പാപമാണെന്ന് ചോദിച്ചാൽ പാപമാണെന്ന് പറയുന്നില്ല, പക്ഷേ ആ കോപം വെച്ചുകൊണ്ടിരുന്നാൽ അത് പാപമാണ്. 2024 ഇതുവരെ റിസോൾവ് ചെയ്യാത്ത കോപം വല്ലതും ഉണ്ടോ നമ്മുടെ ഹൃദയത്തിൽ? ആരോടെങ്കിലും കാണുമ്പോൾ എനിക്കങ്ങോട്ട് ഇല്ല ഞാൻ വിട്ട് ഞാനിപ്പോൾ മുഖത്ത് നോക്കില്ല. ഞാൻ വിളിയൊന്നുമില്ല. ഞാൻ പിന്നെ തിരുവനന്തപുരം ഞാനിപ്പോൾ മിണ്ടക്കവുമില്ല. മിണ്ടക്കവില്ലെങ്കിൽ കോപം വെച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലൊക്കെ മിണ്ടക്കം മൂട്ടിയിട്ടുണ്ടെങ്കിൽ ദേ ഈ ഒരാഴ്ച കൊണ്ട് മിണ്ടിക്കോണം, വെച്ചുകൊണ്ടിരിക്കരുത്. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. അടുത്ത വാക്യം, പിശാചിന് ഇടം കൊടുക്കരുത്. ഇടം, ഡോണ്ട് ഗിവ് സ്പേസ് എന്നല്ല, ഗ്രൗണ്ട് എന്നാണ്. ഈ ഗ്രൗണ്ട് എന്നുള്ള പദം ഞാനൊന്ന് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞത്. ഗ്രൗണ്ട് എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി അല്ലെ ജുഡീഷ്യറി പറഞ്ഞാൽ ജൂറിസ്ഡിക്ഷണൽ ഏരിയ എന്നാണ് ശരിക്കും. നിങ്ങൾ വീട് മേടിച്ചു, 5 സെൻറ്റ് സ്ഥലം മേടിച്ചു, അത് പതിച്ചു, എന്താണ്, രജിസ്റ്റർ ചെയ്തു, നിങ്ങളുടെ പേരിൽ ആധാരം, പോക്കുവരുത്ത്, പിന്നെന്താണ്, കരം തീർത്ത് രസീത്, പിന്നെന്താണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ജൂറിസ്ഡിക്ഷനിൽ നിങ്ങളാണ് ഇനി അതിൻ്റെ ഉടയൻ. അതിൻ്റെ എല്ലാ പേപ്പറും നിങ്ങളുടെ കയ്യിലുണ്ട്. കോപം നമ്മൾ വെച്ചോണ്ടിരുന്നാൽ പിശാചിന് ഒരു ജുഡീഷ്യറി റൈറ്റ് കൊടുക്കുന്നതല്ല, നിങ്ങളങ്ങ് എഴുതി അവന് കൊടുക്കുന്നതല്ല. നിങ്ങൾ വിചാരിക്കുന്ന വല്ല ശബരിമലയിലെ അരവണ പായസം തിന്നാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്താണ് അന്യ വിഗ്രഹങ്ങളും വെച്ച് നിന്ന് വണങ്ങിയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല മന്ത്രവാദം ജപിച്ച് കെട്ടിയാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത്. പക്ഷേ പിശാചിന് ഇടം കൊടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണെന്നല്ല ഇവിടെ പറഞ്ഞത്. കോപം ഞാനത് ഡീൽ ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നാൽ ഞാനെന്താണ് ആധികാരികമായിട്ടും നിയമപരമായിട്ടും പിശാചിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ ഞാനൊരു ഇടം കൊടുക്കുക. അല്പം ഇടം അവന് കൊടുത്താൽ മതി, ആ ബാക്കി അവൻ ചെയ്തോളൂ. അവനറിയാം, ബാക്കി കാര്യങ്ങളൊക്കെ അവനറിയാം. അവിടെയാണ് ശരിക്കും. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 10:4-5. 2 Corinthians chapter 10 verse 4 and 5. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-5. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. എല്ലാ യുദ്ധത്തിലും ആയുധങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പം ലോകത്തിൽ പല യുദ്ധങ്ങൾ നടക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വന്നപ്പം അവർക്കൊരു ആയുധം ഉണ്ടായിരുന്നു. എന്താ, വാരിക്കുന്തം. പഴയ ആൾക്കാർക്കറിയാതെ എന്തുവാന്ന് അല്ലേ? ആലപ്പുഴ സൈഡിലൊക്കെ വാരിക്കുന്തം, വേറെ ഒന്നുമില്ല, തോക്ക് കിട്ടത്തില്ല അല്ലേ? അന്ന് കിട്ടുന്നത് എന്തും വല്ലവന് പുല്ലും ആയുധം എന്നൊക്കെ പറയും. അപ്പം എല്ലാ യുദ്ധത്തിലും ഒരു ആയുധമുണ്ട് അല്ലേ? ഇന്നത്തെ വലിയ യുദ്ധങ്ങളിലൊക്കെ ഭയങ്കര ആയുധങ്ങളാണ് അല്ലേ? പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവമക്കൾക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു പോരാട്ടം ഉണ്ടെങ്കിൽ ആ പോരാട്ടത്തിൽ നമ്മുടെ ആയുധങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? നൺ ഓഫ് അവർ വെപ്പൻസ് ആർ കാണൽ. അടുത്തത് ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ. നമ്മുടെ കയ്യിലുള്ള ഈ സാധനം, ഈ ആയുധം എന്താണ്? കോട്ടകളെ ഇടിക്കും. പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ് ഹോൾഡ്സ്. ശരി, തൽക്കാലം ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് കോട്ട മാത്രം പറയാം. കോട്ട കിഴക്കേ, പടിഞ്ഞാറ്, ഒരു വാതിൽ. തിരുവനന്തപുരത്ത് തന്നെ ഇഷ്ടം പോലെ കോട്ടയുണ്ട്
ചുമ്മാ അല്ല ഒരു 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 കെട്ടി അടച്ച പട്ടണമാണ് ഈ തിരുവനന്തപുരം അല്ലേ. ഇവിടെ ഒത്തിരി കോട്ടകളുണ്ടല്ലോ. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഇടിക്കണം. അതവിടെ നിൽക്കട്ടെ, ആദ്യം ഇവിടുത്തെ കോട്ട ഇടിക്കാം. ഈ കോട്ട എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കിടക്കുന്ന, ബൈബിളിൽ കിടക്കുന്ന പദം സ്ട്രോങ് ഹോൾസ് എന്നാണ്. സ്ട്രോങ് ഹോൾസ്. ഈ പിശാചിന് ഇടം കൊടുത്താൽ അവൻ നേരെ കയറി പിന്നെ പണിയുന്ന ഒരു ഏരിയയാണ് സ്ട്രോങ് ഹോൾഡ്. ഇതിന്ന് നല്ലോണം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നിവിടെ കടന്നു വന്നാൽ നിങ്ങൾ ഓൺലൈനിലും കേൾക്കുന്ന എല്ലാവരും ഈ സ്ട്രോങ് ഹോൾസ്, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവയാണ് നമ്മുടെ ആയുധങ്ങളെന്ന് പറഞ്ഞു. അപ്പം അവിടെ പ്രശ്നം ഈ അതിൻ്റെ കൂടെ പോകുന്നൊരു കാര്യമാണ് പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്നൊക്കെ വേറെ. ദുഷ്ടാത്മസേന, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അപ്പോൾ ഈ പ്രിൻസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: എ റൂളർ ഓഫ് ഈവിൽ ഓവർ എ ജൂറിസ്ഡിക്ഷണൽ ഏരിയ. ഒരു പ്രത്യേക ഒരു സ്ഥലത്തെ അതിൻ്റെ മേലെ അധികാരമുള്ള ഒരുത്തനാണ് അല്ലേ, ദേശാധിപതി. അതെ. ഇപ്പം ദേശാധിപതി എന്ന് പറയുമ്പോൾ ഇത് ഓൺലൈനിൽ പറയാച്ചൊരു ബുദ്ധി കൊണ്ടുണ്ട്. തിരുവനന്തപുരം എന്ന് പറഞ്ഞപ്പോൾ ഒട്ടനെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പുരമാണ്. അപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞു ആരാണ്. അപ്പം ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, അങ്ങേരെ ഒരു പാവം, അങ്ങേരെ അന്നേ ഒരേ കിടപ്പ് കിടക്കുക, ശയനം, ഇതുവരെയും പുള്ളിയൊന്നും എഴുന്നേറ്റിട്ടില്ല. അങ്ങേരെ പാവം അവിടെ ഒരു ശല്യമില്ലാതെ കിടക്കുകയാണ് അല്ലേ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം, അങ്ങേരെ അങ്ങ് വിടും ദയവ് ചെയ്ത് പ്ലീസ്. നമ്മൾ ഓട്ടൻ തിരുവനന്തപുരത്തിന് മേലുള്ള ദേശാധിപതി ആരാ? ഓട്ടം നമ്മളങ്ങ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇവിടെ ദേശാധിപതി ഇവിടെയാണ് കോട്ട കെട്ടി വെച്ചിരിക്കുന്നത്. ആ കോട്ട എങ്ങനെയാണ് കയറി കെട്ടി? ഞാൻ ഇടം വിട്ട് കൊടുത്തു. എങ്ങനെ ഇടം വിട്ടു കൊടുത്തു? ഞാൻ അതിനെങ്ങും പോയില്ലല്ലോ, എങ്ങും പോണ്ട. ഞാൻ തീർക്കാത്ത ഒരു പിണക്കം, അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ പറഞ്ഞു തീർക്കാത്തൊരു വഴക്ക്, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ ഈ കോപം നിരന്തരമായി വെച്ച് ഞാൻ അതിനൊരു പരിഹാരം വരുത്തിയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അല്പം സ്ഥലം എഴുതി അങ്ങ് കൊടുത്തു. ആ എഴുതി കൊടുത്ത സ്ഥലത്ത് പുള്ളി വന്ന് എന്ത് ചെയ്തു? കോട്ട കെട്ടിവെച്ചു. നേരത്തെ എരിഹോ കോട്ടയുടെ കാര്യം പറഞ്ഞ പോലെ സ്ട്രോങ് ഹോൾസ് എൻ്റെ ഉള്ളിൽ കെട്ടിവെച്ചു. ഇനി ഈ സ്ട്രോങ് ഹോൾസ് കെട്ടിവെച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? അവിടെ നേരത്തെ നമ്മൾ വായിച്ച വാക്യത്തിൽ കയ്പിൻ്റെ വേര്. നമ്മുടെ ഈ പ്രാണനിൽ കയ്പ് എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. കയ്പിനെ പറ്റി എഴുതിയിരിക്കുന്നത് ബിറ്റർനെസ് ഡിഫൈൽസ് അവർ സോൾസ്. എൻ്റെ പ്രാണനെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? മലിനമാക്കും. കയ്പൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നെ പതുക്കെ, നമുക്കറിയാമല്ലോ ക്യാൻസറിൻ്റെ ഒരു സെല്ല് ഉണ്ടെങ്കിൽ അതെന്നെ പതുക്കെ കാർന്ന് തിന്ന് എന്നെ അങ്ങ് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ പോലെ കയ്പിൻ്റെ ഒരു സെല്ല് നമ്മുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ അത് പതുക്കെ ഇറ്റ് വിൽ ഡിഫൈൽ അവർ സോൾസ്. അവിടെയാണ് നമ്മൾ ഓർക്കണം, ഇവിടെ അതിൻ്റെ ഡിഫൈലിംഗ് എന്നുള്ളത് മലിനമാക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു കോൺസിക്വൻസ്, അതിൻ്റെ ഒരു അനന്തരഫലം എന്താണെന്ന് ചോദിച്ചാൽ ബിറ്റർനെസ് ഡിക്രീസസ് അവർ സോൾ. എൻ്റെ പ്രാണൻ്റെ ആ ഫുൾ എഫക്റ്റ് പിന്നെ വരത്തില്ല, ആ ഫുൾ സ്ട്രെങ്ത് പിന്നെ എനിക്കില്ല. കാര്യം എന്താ? എന്നെ അതങ്ങ് ക്ഷയിപ്പിക്കും, അല്ലെങ്കിൽ എന്നെ അങ്ങ് ചെറുതാക്കും. 106 സങ്കീർത്തനം 15 വാക്യം ഒരു നല്ല വാക്യമാണ്. ഇസ്രായേൽ മക്കളെ പറ്റി അവിടെ സങ്കീർത്തനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. 106 സങ്കീർത്തനം 15 വാക്യം, അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. നമ്മൾ ചിലപ്പം പ്രാർത്ഥിച്ചിട്ട് ദൈവം നമുക്ക് ഉത്തരം തരും അല്ലേ. നമ്മൾ നോക്കുമ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ മക്കളെല്ലാം കെട്ടിച്ചു, വീട് വെച്ചു, കുഴപ്പമില്ല, ഒരു മാതിരി സെറ്റിലാണ്, ദൈവത്തെ വിളിച്ചുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ല, ഈ കിടന്ന് പ്രാർത്ഥിച്ചതെല്ലാം കിട്ടി. പക്ഷേ അവിടെ ഒരു ക്ഷയമുണ്ടായി. എന്താണ്? TV അല്ല, എൻ്റെ പ്രാണന് ഒരു ക്ഷയമുണ്ടായി. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഭൗതികമായിട്ടും സാമ്പത്തികമായിട്ടും ലോകപ്രകാരമായിട്ടും ഒക്കെ എല്ലാം നല്ല സമ്പന്നതയൊക്കെ വിശ്വാസികൾക്കും തെറ്റില്ലാതെയൊക്കെ ഉണ്ട്. പക്ഷേ പല കുടുംബങ്ങളെയും നമ്മൾ അടുത്തൊന്ന് നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, പ്രാണനിലൊരു ക്ഷയമുണ്ട്. സ്പിരിച്വലി ഈ പറഞ്ഞൊരു ഗ്രോത്ത് ഇല്ല അല്ലേ, അവിടെ ഒരു ഫ്ലറിഷിങ് ഇല്ല. അവിടെ സ്പിരിച്വലി വി ആർ നോട്ട് ഈവൻ എ ബ്ലെസ്സിങ് ടു അതേഴ്സ് അല്ലേ. എന്നെക്കൊണ്ട് മറ്റൊരാൾക്ക് ആശ്വാസമില്ല, മറ്റുള്ളവർക്ക് ഞാനൊരു ഹീലിംഗ് ഒരു ഏജൻ്റ് അല്ല. കാര്യം എന്താ? ഞാൻ തന്നെ ക്ഷയിച്ചിരിക്കുന്നു. ഇന്ന് ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ആഴ്ച ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ചു പറയുക, നമുക്കൊരു സൗഖ്യം വേണം പ്രിയപ്പെട്ടവരെ. നമ്മളൊന്ന് ബലപ്പെടണം. എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ഒന്ന് ബലപ്പെട്ടെങ്കിലേ അനേകരെ ബലപ്പെടുത്തേണ്ടവരാണ് നമ്മൾ. എത്ര പേര് പറയുന്നു ഞാൻ അനേകരെ ബലപ്പെടുത്തേണ്ടവരാണ്, നമ്മൾ അനേക കുടുംബങ്ങളെ പണിത് ഉയർത്തേണ്ടവരാണ് അല്ലേ, അനേകരുടെ കേടുകൾ തീർക്കേണ്ടവരാണ് നമ്മൾ. പക്ഷേ ഇന്ന് നമ്മുടെ കേട് തീരുന്നില്ല, നമുക്കേ ഇന്ന് ബലമില്ല.
അവിടെ ഞാനൊരു പാസ്റ്റർ എന്ന നിലയ്ക്ക് ഞാൻ സഭയോട് പറയുക, ഈ ദിവസങ്ങളിൽ നമ്മൾ ബലപ്പെടണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ബലപ്പെടണം. നമ്മൾ സകലരോട് സമാധാനം ആചരിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ശുദ്ധീകരണം പ്രാപിക്കണം. അപ്പോൾ അവിടെ ക്ഷയം നമുക്ക് വരുന്നു എന്നുള്ളത് അത് കാര്യം. അടുത്തത് ഈ ലീൻനെസ് അല്ലെങ്കിൽ ഈ ക്ഷയം വരുമ്പോഴുള്ള കുഴപ്പം, ഇറ്റ് ഡിക്രീസസ് the capacity of our souls to respond to God and to follow His ways. എൻ്റെ ഈ പ്രാണന് ക്ഷയം വന്നാൽ കർത്താവ് പറയുന്നത് കേൾക്കാനോ അത് കേട്ട് അനുസരിക്കാനുള്ള കപ്പാസിറ്റി, അതിനുള്ള പ്രാപ്തിയില്ല. ഇപ്പം ആരോട് പറഞ്ഞ പോലെ പണ്ട് ഏലി പുരോഹിതൻ്റെ കാലത്ത് ദൈവശബ്ദം കേൾക്കാനില്ല, അല്ലേ? പിന്നെ ദർശനങ്ങൾ കാണാനില്ല. ഇന്നത്തെ ദൈവസഭയുടെ അവസ്ഥയാണ്, ദൈവശബ്ദം കേൾക്കുന്നില്ല ദൈവസഭ, ദൈവിക ദർശനങ്ങളൊന്നും കാണുന്നില്ല. അല്ല, ദ ചർച്ച് ഹാസ് ഓൾമോസ്റ്റ് ലോസ്റ്റ് ദ വിഷൻ. എന്തിനായിട്ട് സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നു എന്നുള്ളത് പോലും ഇപ്പോൾ സഭയ്ക്ക് അറിയത്തില്ല. ഞായറാഴ്ച കൃത്യമായിട്ട് കൂടുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, AW ടോസറാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഇന്നത്തെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവിനെ ചർച്ചിൽ നിന്ന് അങ്ങ് മാറ്റിയാൽ പോലും ഇന്ന് നടക്കുന്ന സഭയിലെ 95% കാര്യങ്ങളും അതോപടി നടന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവില്ല എന്നുള്ള അറിയത്തുപോലുമില്ല. Without even realizing the Holy Spirit has already left, 95% of all the activities of the church will go as normal. പരിശുദ്ധാത്മാവില്ലെങ്കിലും സഭയൊക്കെ നടക്കും. ആ ഒരു അവസ്ഥ. പരിശുദ്ധാത്മാവില്ലെങ്കിലും കൺവെൻഷനൊക്കെ നടക്കും, പരിശുദ്ധാത്മാവില്ലെങ്കിലും ഔട്ട്റീച്ചൊക്കെ നടക്കും, പരിശുദ്ധാത്മാവില്ലെങ്കിലും എല്ലാം നടക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ നമുക്ക് മടങ്ങി വരണം. ഇല്ല, പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും ദുഃഖിക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ഉടൻ നമുക്ക് എവിടെയോ ഒരു വാർണിംഗ് ലൈറ്റ് കത്തും, എവിടെയോ ഒരു ബീപ്പ് ശബ്ദം കേൾക്കണം, അല്ലേ? അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ദർശനം കാണുകയും ചെയ്യും, അവൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യും. എന്നാൽ ദൈവസഭയിൽ ദൈവ ശബ്ദം കേൾക്കണം, ദൈവസഭയിൽ ദൈവിക ദർശനങ്ങൾ നമ്മൾ കാണണം, അല്ലേ? അത് നമുക്ക് കാണാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ പ്രാണനിൽ ക്ഷയം വന്നിരിക്കുന്നു, എൻ്റെ പ്രാണൻ എവിടെയോ ക്ഷയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ. വി നീഡ് ടു വിൻ ദ ലോസ്റ്റ് ഗ്രൗണ്ട്. നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൊടുത്തുപോയ അല്ലെങ്കിൽ അവകാശം കൊടുത്തുപോയ അല്ലെങ്കിൽ കൈവിട്ടുപോയ കൈമോശം വന്നുപോയ ആ ലോസ്റ്റ് ഗ്രൗണ്ട് എന്ത് ചെയ്യണം? ആ ഇടം തിരിച്ചു പിടിക്കണം. ആ തിരിച്ചു പിടിക്കുന്നതിനെ പറ്റിയാണ് സങ്കീർത്തനം 23 എല്ലാവർക്കും കാണാതെ അറിയാം. എന്താണ്? നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കുന്ന സങ്കീർത്തനം ഏതാ? യഹോവ എൻ്റെ ഇടയനാകുന്നു, അല്ലേ? നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ സങ്കീർത്തനമാണ് വായിച്ച് പഠിപ്പിച്ചെങ്കിൽ ആദ്യം പറഞ്ഞു കൊടുത്ത വാക്യം ഇതാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, അല്ലേ? ഇത്രയും മാത്രം എല്ലാവർക്കും അറിയാം. ഇപ്പം എത്ര പേർക്ക് ആ സങ്കീർത്തനം മൊത്തമെങ്കിലും അറിയാം? കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു ആരോ പഠിപ്പിച്ചു, അന്ന് നിങ്ങളും പഠിച്ചു ആ കൂട്ടത്തിൽ. ഇപ്പം നിങ്ങൾക്ക് അറിയാമോ അത് പറയാൻ? അത് മൊത്തം ഒന്ന് പറഞ്ഞ ആ ഓർഡറിൽ അതിൻ്റെ വേണ്ട മൂന്നാം വാക്യം എന്താണ്? എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്നുള്ളൊരു പദമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഹീ റിസ്റ്റോഴ്സ് മൈ സോൾ. ഇന്ന് ഈ ഒരു പദം പറയാനും കൂടെ ഞാൻ വന്നത്. പ്രാണനൊരു തണുപ്പ്, പ്രാണനൊരു റിസ്റ്റോറേഷൻ വേണം. അത് ആരാ അത് ചെയ്യുന്നത്? പാസ്റ്ററല്ല, അവൻ ആരാണ്? എൻ്റെ ഇടയൻ. യഹോവയെ ഇടയനായി ഞാൻ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ്റെ പുറകെ ഉണ്ടെങ്കിൽ, ആ ഇടയൻ്റെ ഉത്തരവാദിത്വം എന്താണ്? എനിക്ക് പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളവും മാത്രമല്ല, എൻ്റെ പ്രാണനെ അവൻ റിസ്റ്റോർ ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് ഒരു റിസ്റ്റോറേഷൻ പ്രാണനെ നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ, അല്ലേ? ആ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ അടുത്ത് അവൻ എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഇവിടെ ഓർക്കണം, ഒരാട് ഒരിക്കലും തന്നെത്താനെ നടക്കുകയല്ല, ഒരു ഇടയൻ നടത്തുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, നടത്തുന്നവരെ നമുക്കിഷ്ടമല്ല. നമ്മൾ ഈ പറയുന്നൊരു പേര്, ഇടയന്മാർക്ക് പറയുന്നൊരു പേരാണ് നടത്തിപ്പുകാർ. പക്ഷേ ഇന്ന് ചോദിക്കട്ടെ, ഏതിടയൻ പറഞ്ഞിട്ട് ആര് നടക്കാൻ, അല്ലേ? ആലോചിക്കേ, ഞായറാഴ്ച കുറേ ആടുകൾ ഇങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാവും. കുറേ കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഉച്ച കഴിയുമ്പോൾ ഫോർമേഷൻ ഡിസ്ഫോംഡ് ആയിട്ട് പോകും, അല്ലേ? പിന്നെ 6 ദിവസം ആടുകൾ ഇങ്ങനെ തോന്നിയ വഴി നടക്കും. പിന്നെയും കണ്ട് ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഒന്നിച്ചു വരും. ഇവിടെ എവിടെയും നടത്തുന്നേ? ഇനി ഞാൻ പറയട്ടെ, ഇത് പാസ്റ്റർ നടന്ന കാര്യമല്ല പറയുന്നത്. ഇടയൻ, വലിയ ഇടയനായ കർത്താവിൻ്റെ ആ തൊഴുത്തിലെ ആടുകളാണോ നമ്മൾ? അങ്ങനെയെങ്കിൽ ആ ഇടയൻ എന്നെ എന്ത് ചെയ്യുന്നു? നീതിപാതകളിൽ നടത്തും. എന്നെ നടത്തുന്ന കർത്താവ്. ഞാൻ കർത്താവിൻ്റെ കൂടെ നടക്കുകയല്ല, കർത്താവ് എന്നെ നടത്തുന്നു.
അടുത്തത് എൻ്റെ അടുത്ത് അതിലും വലിയ രസമുള്ള അടുത്ത വാക്യം, എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ശത്രുക്കൾ കാണുകെ. ഇന്ന് നമ്മളെല്ലാം ആഗ്രഹിച്ചിരിക്കുന്നത് എൻ്റെ ശത്രുക്കളുടെ തല ഇടുത്തി വീഴണം. എൻ്റെ ശത്രുക്കളുടെ തല ഇടുത്തി വീഴുമെന്നല്ല, ശത്രുക്കൾ അവരെന്തോ ആയിക്കൊണ്ട് പോട്ടെ, പക്ഷെ അവരുടെ മുമ്പിൽ നീ എന്തു ചെയ്യും? വിരുന്നെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ദൈവം നിന്നെ മാനിച്ച് അനുഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് നിൻ്റെ ശത്രുക്കൾ കാണും. നിൻ്റെ ശത്രുക്കൾ പല്ല് പിടിച്ച് ഉരുകി പോകുന്നൊരു വാക്യം വേറെ ഉണ്ട്. അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇന്ന് ഞാനും നിങ്ങളും ആലോചിച്ച് നോക്കിയേ, നമ്മൾ പലരെയും കണ്ടിട്ട്, ശത്രുക്കളെ കണ്ടിട്ട് നമ്മളിങ്ങനെ പല്ല് പിടിച്ച് ഉരുകിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല. നമ്മൾ ഇടയൻ നമ്മളെ നടത്തുകയും നീതിവാദികൾ ഈ ഇടയൻ നമ്മളെ നടത്തുമ്പം അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുമ്പം, അല്ലേ, അവിടെ നമ്മൾ അറിയാതൊരു കാര്യമുണ്ട്. ശത്രുക്കൾ കാണുകെ നമ്മൾ വിരുന്നാണ്. അടുത്തത്, എൻ്റെ എൻ്റെ തലയിൽ അഭിഷേകം കുറയുന്നില്ല, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. അല്ലേ, ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലോസ്റ്റ് ഗ്രൗണ്ട്, അതായത് നഷ്ടപ്പെട്ട ഇടം എങ്ങനെ തിരിച്ചു പിടിക്കണമെന്നുള്ളതിന് നമുക്ക് വളരെ വിശദമായിട്ട് ഇതൊന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും സമയമായതുകൊണ്ടും നമ്മുടെ ആമാശയങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ച് തുടങ്ങിയതുകൊണ്ടും കർത്താവ് അനുവദിച്ചാൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം ഈ വെള്ളി ശനി 2 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നാൽ ഈ സ്ഥലം ഇങ്ങനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതിന് വളരെ വിശദമായിട്ടുള്ള ഒരു പഠനം ഉണ്ടായിരിക്കും. നമുക്ക് ഒരുമിച്ച് ആ കാര്യം ചെയ്യുകയും ചെയ്യാം. പിന്നീട് അടുത്ത ഞായറാഴ്ച കർത്താവ് അനുവദിച്ചാൽ ഇതിൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം. അപ്പം അതുവരെയും ഇപ്പം ഞാനൊരു സിനിമാ പരസ്യം കണ്ടിട്ടുണ്ട്, ശേഷം ഭാഗം സ്ക്രീനിൽ എന്ന് പറയുന്ന പോലെ ഇന്ന് ഇതിൻ്റെ ഒരു പ്രിയാമ്പിൾ തന്നതേ ഉള്ളൂ. ഹൗ ടു വിൻ ദ ലോസ്റ്റ് ഗ്രൗണ്ട് എന്നുള്ളത് വി വിൽ ഗോ ത്രൂ ദ സ്ക്രിപ്റ്റേഴ്സ് ദിസ് വീക്ക് ആൻഡ് ഗോഡ് വില്ലിംഗ് നെക്സ്റ്റ് സൺഡേ ഓൾസോ. പക്ഷേ 31-ാം തീയതിക്കകത്ത് തിരിച്ചു പിടിച്ചോണം. ഓക്കെ, 31-ാം തീയതിക്കകത്ത് നമ്മൾ എവിടെയൊക്കെ പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ടോ അതിനെ തിരിച്ചു പിടിച്ചോണം. എത്ര പേര് തീരുമാനമെടുക്കും? ലോർഡ്, ഐ വിൽ ഗെറ്റ് ബാക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവെ ഞാൻ വിട്ടുകൊടുത്തത്, എൻ്റെ കുടുംബത്തിൽ ഞാൻ വിട്ടുകൊടുത്തത്, സഭയായി ഞാൻ വിട്ടുകൊടുത്തത്, കർത്താവെ പിശാചിന് ഞാൻ ഇടം കൊടുത്തത് ഞാൻ തിരിച്ചു പിടിക്കും. കർത്താവെ, ഇന്നെന്നോട് തിരിച്ചു പിടിക്കുവാൻ അവിടെ നിന്ന് പറഞ്ഞല്ല കർത്താവെ, ഞാൻ തിരിച്ചു പിടിക്കും. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, കോപം വെച്ചുകൊണ്ടിരുന്ന് കയ്പ് മുളച്ച് കർത്താവെ അനേകർ, കർത്താവെ എനിക്ക് കോപം കർത്താവെ ഡീൽ ചെയ്യാൻ കഴിയാതിരിക്കുമ്പം എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും കർത്താവെ അതിനാൽ കഷ്ടപ്പെടുന്നു. കർത്താവെ, സഭയിൽ ഒരാൾ കോപിച്ചിരുന്നാൽ മതി, ആ ഒരാളുടെ കോപം കൊണ്ട് ആ സഭ മുഴുവൻ മലിനപ്പെടും. ഒരു ഓഫീസിൽ ഈ പറഞ്ഞ പോലെ ഒരാൾ കോപിച്ചിരുന്നാൽ മതി, അയാൾ ആ കോപം ഡീൽ ചെയ്യാതിരുന്നാൽ അയാളുടെ ഉള്ളിൽ കയ്പ് കയറിയിട്ട് ആ ഓഫീസിൽ തന്നെ വലിയ കലക്കവും അനേകർ ഈ പറഞ്ഞ പോലെ മലിനപ്പെടുകയും ചെയ്യും. അല്ലേ, ഈ ലോക ചരിത്രത്തിലെ ഏകാധിപതികളെ നിങ്ങൾ എടുത്താൽ അറിയാം. ഒരു ഏകാധിപതി അയാൾ ഡീൽ ചെയ്തില്ല അയാളെ, അതുകൊണ്ട് എന്ത് പറ്റി? അയാളുടെ രാജ്യം തന്നെ കുട്ടിച്ചോറായിപ്പോൾ എത്രയോ ചരിത്രങ്ങളുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെയെങ്കിൽ എന്നോട് നിങ്ങളോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, മോളെ, നിൻ്റെ ഉള്ളിൽ കോപം വെച്ചുകൊണ്ടിരുന്ന് നീ പിശാചിന് ഇടം കൊടുക്കരുത്. നീ സമാധാനം എല്ലാവരോടും ആചരിച്ച് നീ ശുദ്ധീകരണം പ്രാപിക്കണം. നീ ശുദ്ധീകരണം പ്രാപിച്ചുവെങ്കിലേ നിനക്ക് കർത്താവിനെ കാണാൻ പറ്റൂ. എത്ര പേരൊരു തീരുമാനം എടുക്കും? കർത്താവേ, ഈ ഒരാഴ്ച ഞാനൊരു അസൈൻമെൻറ്റ് വരും, ഈ ഒരാഴ്ച ദയവായി ഈ ഒരാഴ്ച നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും നടക്കട്ടെ, പക്ഷേ അതിൻ്റെ ഇടയിൽ നിങ്ങൾ അല്പസമയം വേർതിരിച്ച് കർത്താവെ, എൻ്റെ ഉള്ളിൽ കർത്താവെ, എൻ്റെ പ്രാണന് എവിടെയെല്ലാം ക്ഷയം വന്നു, എൻ്റെ പ്രാണൻ എവിടെയെല്ലാം വീക്കായി, എവിടെയൊക്കെ ലീൻനെസ് ഉണ്ടായി, അവിടെയെല്ലാം കർത്താവെ ഒന്ന് പുഷ്ടിപ്പെടുവാനും സൗഖ്യം വരുവാനും കർത്താവെ എൻ്റെ പ്രാണനൊരു തണുപ്പ് വരാൻ കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നപ്പാ. ഒരു കാലത്ത് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. ഞാനൊരു വളരെ സന്തോഷമുള്ളൊരു ക്രിസ്ത്യാനിയായിരുന്നു, ഞാൻ നല്ലൊരു വിശ്വാസി. എൻ്റെ അടുത്ത് അനേകർ ആശ്വാസത്തിന് വരുമ്പോൾ ഞാൻ അവർക്കൊക്കെ ആശ്വാസം പറഞ്ഞു കൊടുക്കും, ഞാൻ അവർക്കെല്ലാം പണ്ട് ഞാൻ ധൈര്യപ്പെടുത്തി വിടും. പക്ഷേ ഇന്നെനിക്ക് ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല, ആരും എൻ്റെ അടുത്ത് ആശ്വാസത്തിന് വരുന്നുമില്ല. കാര്യം ഞാൻ കയ്പുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരാൾ എൻ്റെ അടുത്തോട്ട് വന്നാലും അയാളുടെ ഉള്ളിലേക്ക് ഞാൻ ഈ കയ്പ് പതുക്കെ പകർന്നു കൊടുക്കുകയായി. കാരണം എനിക്ക് പകർന്നു കൊടുക്കാൻ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായെടുത്ത് സംസാരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ കയ്പ് നിറഞ്ഞിരുന്നാൽ ഞാൻ പറയുന്ന വാക്കുകളെല്ലാം കയ്പായിരിക്കും. ഇന്ന് എത്ര പേര് തീരുമാനിക്കും, കർത്താവേ വേണ്ടപ്പാ, ഇനി കയ്പ് വേണ്ട, ഇനി കോപം വേണ്ട കർത്താവേ, ഇനി കർത്താവേ എനിക്ക് അശുദ്ധിയുള്ള ഒരു കാര്യവും എനിക്ക് വേണ്ട, ശുദ്ധീകരണത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുവാൻ
എന്നെ നിൻ്റെ കരുത്തിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഒരു തീരുമാനം എത്ര പേര് ഇന്ന് ഉച്ച സമയത്ത് എടുക്കും? How many will pray saying, Lord, I want to keep bitterness away from my soul. I want to keep anger away from my heart, Lord. I don't want anything to defile myself. ഒന്നിനാലും കർത്താവേ, ഞാൻ മലിനപ്പെടാതിരിക്കുവാൻ, ഞാൻ കാരണം മറ്റൊരു വ്യക്തിയും മലിനപ്പെടാതിരിക്കുവാൻ, എല്ലാവരോടും സമാധാനം ആചരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? How many will pray a simple prayer from your heart saying, Lord, I will deal with my anger. I will deal with my bitterness. ഒരുപക്ഷെ വീട്ടിലുള്ളവരോടായിരിക്കും കോപം, ഒരുപക്ഷെ കയ്പ് വീട്ടിലുള്ളവരോടായിരിക്കാം, ചിലപ്പോൾ ഒരു സഭയിൽ ഉൾപ്പെട്ടവരോടായിരിക്കാം നിങ്ങൾക്ക് കോപവും കയ്പും. പക്ഷെ അതിന് ഡീൽ ചെയ്തേ പറ്റൂ പ്രിയപ്പെട്ടവരെ. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. പിതാവേ, ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.